എല്ലാ കാലത്തും ബാസി വൺസ് ഫിലിം ജേണി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം യൂത്തിൻ്റെ വല്ലാത്തൊരു ഇഷ്ടവും അഡ്മിറേഷനും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ വയലൻസ് ഉള്ള സിനിമകൾ ചെയ്യുന്ന നേരത്ത് എത്രമാത്രം റെസ്പോൺസിബിളാണ്? സിനിമ ഉണ്ടാവും, ആൾക്കാർ സിനിമ ഉണ്ടാവും പോരെ. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വിവരമൊക്കെ മലയാളിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ല ആൾക്കാരെന്തെങ്കിലും ചെയ്യണത്. എനിക്ക് തോന്നുന്നു ലൈഫ് റിഫ്ലെക്സ് ആർട്ട് റിഫ്ലെക്സ് ലൈഫ്. അതൊരു എന്താ പറയുക, ഒരു പ്രൊജക്ഷനാണ്. നമ്മുടെ മനസ്സിലുള്ളൊരു സാധനം അതൊരു എന്താ പറയുക, അതൊരു എക്സ്പ്രഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വട്ടായിരിക്കണം ആൾക്കാർ. സോ സിനിമയാണ് അതിനുള്ള ഒരു ഇപ്പം ബിനിലൊരു അനാർക്കിസ്റ്റാണ്. ബിനിലിന് ഇഷ്ടമുള്ള പാഠം അവൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവന് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഫ്രീഡം എല്ലാവർക്കും വേണ്ട, എല്ലാ ആർട്ടിലും. അയ്യോ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാരെല്ലാം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലാന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആർട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ടിന് അതിൻ്റെതായ ഫ്രീഡം. ഇപ്പോൾ സിനിമ അങ്ങനത്തെ ഒരു മീഡിയ ആണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഐ ഡോണ്ട് ഹാവ് എനി ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൾക്കാരെ പഠിപ്പിക്കാനോ തിരുത്താനോ മാറ്റാനോ. നമ്മൾ പൊളിറ്റിക്കലാണ് നമ്മളെല്ലാവരും. നമ്മൾ സിനിമ ചെയ്യാൻ അത്രയുള്ള അതിൽ കൂടുതൽ ഐ ഡോണ്ട് തിങ്ക് സോഷ്യൽ എന്താ പറയുക ഭയങ്കര പരിപാടികളൊന്നും അങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഇതൊരു സിനിമ മാത്രമാണ്. ഈ ട്രൂ ലൈഫ് ഗാങ്സ്റ്റേഴ്സിനെ പറ്റിയുള്ള അറിവോ വായനയോ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഒരാളെ ഇമാജിൻ ചെയ്യാൻ, മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എനിക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും പരിചയമില്ല. ഗാന്ധി he was a gangster. Gandhi was a gangster, if you'd say, you know. Yeah. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പുള്ള് ചെയ്യാൻ പറ്റിയ പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ കഥയല്ല ഇത് കംപ്ലീറ്റ്ലി ബിനിലിൻ്റെ തലയിലുണ്ടായ കഥാപാത്രവും ഇറ്റ്സ് ഹിസ് എക്സ്പ്രഷൻ. ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കഥാപാത്രം, ഇവൻ്റെ നാട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ കഥ നമ്മുടെ തമ്മിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് നമ്മൾ പടം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ ഒരു എന്താ പറയുക വേറെ പേഴ്സണാലിറ്റിന്നും അങ്ങനെ പുള്ളിയേണ്ട ആവശ്യമില്ലായിരുന്നില്ല. ഫുൾ നേരത്തെ ബാസിയോട് ചോദിച്ച ചോദ്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ പണ്ടൊക്കെ നമ്മുടെ സിനിമകളിൽ ഫൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വെച്ചാൽ നമ്മൾ ഭയങ്കര ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും നമുക്ക് ആ 10-14 റിലീസ് സെൻറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് 35-36 ആ കാലഘട്ടത്തിൽ 90കളിൽ. ഇപ്പോൾ നമുക്കിവിടെ 100 സെൻറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് 1000 ആയിരിക്കും. നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്? ഈ തമാശ പടങ്ങൾ കേരളത്തിൽ നിന്നുണ്ടാകാൻ കാരണം ചിലവ് കുറച്ചെടുക്കാൻ പറ്റുന്ന കാര്യം. തമാശ നല്ല ഡയലോഗ് കൗണ്ടർ ഉണ്ടെങ്കിൽ എല്ലാവരും ചിരിച്ചോളും, പടം ഫുള്ളാവും. പക്ഷെ ഒരു ആക്ഷൻ പടം എടുക്കണമെങ്കിൽ കാശ് ചിലവാക്കണം. മനസ്സിലായില്ല? നല്ല കൊറിയോഗ്രാഫർ വേണം, നല്ല ഫൈറ്റേഴ്സ് വേണം, പ്രോപ്പർട്ടി നശിക്കണം. മനസ്സിലായില്ലേ? എത്രയും നാളാണ് പണ്ടൊക്കെ നമ്മൾ ഈ ഫിയറ്റും ഹെറാൾഡ് കാറൊക്കെ വെച്ചായിരുന്നു ഇവിടെ കാറൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടെ ബെൻസിൻ്റെ അതിലൊക്കെയാണ് ജനം കൊടുത്ത കാശ് മുതലാകണം. നമ്മളിപ്പോൾ 150 രൂപ കൊടുത്ത് ഒരു ആക്ഷൻ പടം കാണുമ്പോൾ നമുക്ക് അതിന് തോന്നുന്നത് കൊള്ളാം. ഇവിടെ പണ്ട് നമ്മളൊരു ഗ്ലാസ് ബ്രേക്കിങ്ങിന് ഗ്ലാസ് തന്നെ വാങ്ങുന്നത് കഷ്ടമാണ്. മനസ്സിലായില്ലേ? എൻ്റെ ഈ കൈയൊക്കെ ഇതായത് ഞാൻ ടാറ്റു അടിക്കാൻ തന്നെ കാര്യം അങ്ങനെയാണ്. കാരണം പ്രൊഡ്യൂസർ അന്ന് 10,000 രൂപ ആണ് ഒരു ഷോ ഗ്ലാസ്സിനെങ്കിൽ അത് ആർട്ട് ഡയറക്ടർക്ക് കൊടുത്ത് ആർട്ട് ഡയറക്ടർ അത് അടുത്ത ആൾക്ക് കൊടുത്ത് അത് വാങ്ങിച്ച് വരുമ്പോൾ 3000 രൂപ ഗ്ലാസ് ആയിരിക്കും വരുന്നത്. അത് ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ പറഞ്ഞാൽ അല്ലാണ്ട് പൊട്ടൂല. അപ്പോൾ ആ കാലത്തിൽ നിന്നൊക്കെ മാറിയ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആക്ഷൻ പടങ്ങൾക്ക്. അതിനൊക്കെ ഏറ്റവും വലിയ കാര്യം ഈ ബാസിയുടെ ഒക്കെ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. ഞാനത് എടുത്ത് പറയാൻ കാരണം പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ചെന്നൈയിൽ ജീവിക്കുന്ന ആളാണ്. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ പടങ്ങൾക്ക് എന്താണ് ഇവിടെ വലിയ തിയേറ്ററുകളൊന്നും കിട്ടാത്തത്, പ്രത്യേകിച്ച് ഉദയം കോംപ്ലക്സ് അതുപോലുള്ള തിയേറ്ററിലൊന്നും കിട്ടാറില്ല. ഈവൻ മമ്മൂക്കയുടെ പടമൊക്കെ പണ്ട് നമ്മുടെ പഴശ്ശിരാജയൊക്കെ വന്നപ്പോൾ പോലും അത്ര വലിയ തിയേറ്ററൊന്നും ഇവിടെ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലയാള പടം അവിടെ കയറിയിട്ട് ഈ മഞ്ജുമൽ ബോയ്സൊക്കെ വേറെ ലെവലിൽ അവിടെ സ്ഥിരം വിക്രമിൻ്റെ പടങ്ങൾ മാത്രം ഓടിക്കൊണ്ടിരുന്ന തിയേറ്ററിലടക്കം അത് കയറി കളിച്ചു കൊളുത്തി. അത് നമ്മൾ ആ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം മലയാളത്തിൻ്റെ ലെവൽ എന്താണെന്ന് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ മനസ്സിലാക്കിയത് ആ കൊറോണ സമയത്ത്. കാരണം എല്ലാവരും ഇരുന്ന് ഈ പടങ്ങൾ കണ്ടപ്പോഴാണ് മലയാള സിനിമയുടെ മഹത്വം മനസ്സിലായത്.
അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഇനി മലയാളം പടങ്ങൾ വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ഭാഷകളിൽ ഇൻവെസ്റ്റ് ചെയ്യണേണ്ട 4 ഇൻവെസ്റ്റ് ചെയ്താൽ ഗംഭീര വിജയം കൊയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതുപോലുള്ള പടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ പൊങ്കാലയ്ക്ക് വന്നാൽ തന്നെ ഇത് വെറുതെ ഒരു 11 അടി പണ്ട് നമ്മുടെ പടങ്ങളിലുണ്ടായിട്ടുണ്ട്. ബാബുവാനിയുടെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ 16 ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്ത് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അനിൽ ബാബുവിൻ്റെ ഒരു പടമുണ്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് 16 ഫൈറ്റ് അതിനകത്ത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇതല്ല ഇത്. പക്ഷെ ഇതൊരു ഈ കഥയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. എല്ലാം ഈ പറയുന്ന പോലെ അടിയും ഇടിയും ബഹളമൊക്കെ ആണെങ്കിലും അത് കഥയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ ചിലവുണ്ട്. പിന്നെ ഇപ്പം എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ ഇപ്പം ഫിസിക്സ് എങ്ങനെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോടൊക്കെ ഇപ്പോൾ പിടിച്ചു നിൽക്കണ്ടേ. ഇപ്പോൾ ഈ പറയുന്ന ഹണീബി കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു അല്ലേ? 10 അല്ലല്ലോ, 12 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇനിയും അതുപോലെയൊക്കെ വരുമ്പോൾ ഇവരുടെ സഹോദരനായിട്ടോ അല്ലെങ്കിൽ അപ്പനായിട്ടോ അപ്പനായിട്ടോ ഒക്കെ ഇങ്ങനെ പോകണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ എന്താ പറയുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ കസരത്ത് കാണിച്ചില്ലെങ്കിൽ എനിക്കെന്തോ അസുഖം വന്ന പോലെ തോന്നും. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. റൊമാൻറ്റിക് സീൻ വല്ലതും എക്സ്പെക്ട് ചെയ്യാമോ? ചോദിച്ചു വാങ്ങിക്കാണല്ലേ തരൂങ്ങിത്തേയും ആരാണ് ചോദിച്ചത്? ആ വേഷം എന്താ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. തൻ്റെ ഉണ്ടെങ്കിൽ വാ, വെല്ലുവിളിക്കുക. എന്താ റൊമാൻറ്റിക് വേഷത്തിന് പ്രശ്നം? ഈ 2 ഗുണ്ടകൾക്കോടൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതാണെന്ന് എനിക്കറിയാം. എന്നെ വിളിച്ചു വരുത്തുമ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു കോട്ടയിൽ ഇടണം. അലൻസിയർ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ സത്യസന്ധനായി അഭിനയിച്ചൊരു നടനാണ് ഈ സിനിമയിൽ. അതൊരു പോസ്റ്ററിൽ പോലും എൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എൻ്റെ ആത്മാവ് ഈ സിനിമയിലുണ്ട്. കണ്ട, എൻ്റെ ആത്മാവ് ഈ സിനിമയിലുണ്ട്. ഇവൻ പുത്രനാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവാണ്. അത്രയും പറഞ്ഞ് ഞാൻ ഈ സിനിമയെ കുറിച്ചുള്ള എൻ്റെ അനുഭവം പറഞ്ഞ് നടത്തുകയാണ്. ഐ ആം ദ സ്പിരിറ്റ് ഓഫ് ദിസ് മൂവി പൊങ്കാല. എൻ്റെ ജീവിതത്തിൻ്റെ ആഘോഷമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇത്ര ഫൈറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൈ അല്ല ഈ ജാക്കി ചാൻ എത്ര പരിക്കുകളുണ്ടെന്നറിയോ? കയ്യിൽ പൊട്ടൽ എത്ര ഉണ്ടെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ 11 ഫൈറ്റിനെ കുറിച്ച് ആഘോഷിക്കുന്നു, വർത്തമാനം പറയുന്നു. ഇവൻ എത്ര പൊട്ടൽ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അപ്പുറത്തിരിക്കുന്ന മഹാനായ മദ്രാസിൽ സിനിമ തുടങ്ങിയ മനുഷ്യൻ ഇങ്ങനെ ഒന്ന് കൈചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ എത്ര എല്ല് പൊട്ടുമെന്ന് നിങ്ങൾക്കറിയോ? അതൊരു അച്ഛൻ വേദനിക്കും അത് കാണുമ്പോൾ. ആ വേദനയാണ് ഈ സിനിമയിൽ ഞാൻ അനുഭവിച്ചത്. ഓക്കെ, താങ്ക് യു. ബാക്കി നിങ്ങളുടെ സിനിമ മനസ്സിലാക്കി. ചില വിമൻ ക്യാരക്ടേഴ്സ് അവർ ഭയങ്കര മൾട്ടി ലെയർഡും ഗ്രേ ഷെയ്ഡൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ വടച്ചെന്നൈയിൽ ആൻഡ്രിയ ജെറമിയൊക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അങ്ങനെയൊക്കെയാണ്. സോ അങ്ങനത്തെ ഒരു റൈറ്റിംഗ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേസ്മെന്റ് അങ്ങനെയുണ്ടോ? ഭയങ്കര ഇൻറ്റൻസ് ആണോ സിനിമയിലെ ക്യാരക്ടർ? അത് സിനിമ കണ്ടിട്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കളയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ട് കാണും. എൻ്റെ ക്യാരക്ടർ എന്താന്ന് സിനിമ കാണും വരെ. അതാണ് ഞാൻ കഷ്ടപ്പെട്ട് കുട്ടീനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കണമെന്ന് ഓർത്ത് ചോദിപ്പിച്ച ആ കുട്ടി നല്ല ചോദ്യം ചോദിച്ചിട്ട് അവള് അത് നിങ്ങൾ സിനിമ കാണുമോ? എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.